അമ്മേ ദേവരെത്തി. അമ്മേ ദാ വരണു. അത് വീട്ടുകാരട്ടോ. ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. വന്നിട്ട് ഇത് ഭാരതി അമ്മ, ഇത് മകള്. ഈ ഔട്ട് ഹൗസ് ഒരു വാടകയ്ക്ക് കൊടുക്കലാന്ന് പറഞ്ഞതാ. എന്റെ നിർബന്ധപ്രകാരം സമ്മതിച്ചേ. പിന്നെ ഇത് കൃഷ്ണൻ നായര്, ഈ കുട്ടിയുടെ അച്ഛൻ. ഇത് ഗോപിക, ഈ അച്ഛന്റെ മകളാ. ഇത് ഇതിന്റെ വല്യച്ഛന്റെ മോൻ ദിവാകരൻ. വളരെ നല്ല മനുഷ്യനാട്ടോ. അതെന്തിനാ എടുത്തു പറയുന്നേ? എന്നെ കണ്ടാ അറിഞ്ഞൂടെ? വന്നാട്ടെ. നാട്ടിലെ വീട്ടിലിപ്പോ ആരുമില്ല. വീടും പറമ്പും പിന്നെ എന്നെയും നോക്കാനായിട്ട് എന്റെ ഈ മോള് മാത്രമേ ഉള്ളൂ. മോൾക്കിപ്പോ കൂടുതൽ താല്പര്യം എന്നെ ശ്രദ്ധിക്കാനായോണ്ട് വീട് തൽക്കാലം പൂട്ടി. ഈ കാണുന്ന ഗ്ലാമർ മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തിൽ ഇല്ലാത്ത രോഗങ്ങളില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഡിങ്കി. ഇനി ആയുർവേദത്തിലൊരു പരീക്ഷണം. ഇവിടുത്തെ സ്വാമിയാർ മഠത്തിലെ വൈദ്യരും ചെന്ന് കണ്ടു. 5-6 മാസത്തെ തുടർച്ചയായ ചികിത്സ അദ്ദേഹം നിർദ്ദേശിച്ചു. പോക്കുവരവന്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് വൈദ്യരുടെ വീടിന്റെ അടുത്ത് തന്നെ അങ്ങോട്ട് താമസിക്കാന്ന് കരുതി. മോൾ എന്ത് ചെയ്യുന്നു? മോള് സംഗീത പഠനം കഴിഞ്ഞ് നിൽക്കല്ലേ. നാട്ടിൽ ഒരുപാട് ശിഷ്യഘടകങ്ങളുണ്ട്. മോളെ, കൊച്ചച്ഛൻ ഇറങ്ങാ. വന്ന് ടാക്സിക്ക് തന്നെ തിരിച്ചു പോയാ രാത്രിക്ക് മുമ്പ് ജയിലിലെത്താ. ജയിൽ പുള്ളിയാണോ? എന്റെ ഈശ്വര, എനിക്ക് ഈ നാട്ടിൽ മാന്യമായിട്ട് ജീവിക്കാനുള്ളതാണ്. ഇത് ഭയങ്കര ചതിയായി പോയിട്ടാ. കൊലയാളികൾക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കില്ല. അമ്മച്ചി എന്റെ കൊല്ലല്ലേ. ഞാൻ ജയിൽ പുള്ളി ഒന്നുമല്ല, ജയിലറാ. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ. സാർ, എടാ സാറ് പോലീസ് ഓഫീസറാണെന്ന്. കാശൊന്നും കൂടുതൽ മേടിക്കണ്ട. താനും ഞാൻ ഫ്രീ ആണ് സാർ. ഇവിടെ ഒരുപാട് കുട്ടികളെ കിട്ടും പാട്ട് നൃത്തമൊക്കെ പഠിപ്പിക്കാൻ. അതോടുകൂടി ഇവളുടെ ബോറടി മാറും. ഇവിടെ ഇപ്പൊ എനിക്കൊരു കൂട്ടുണ്ടല്ലോ. ഭാരതിയമ്മയ്ക്ക് എന്നെ പോലെ തന്നെ ഒറ്റ മോളാണോ? ഏയ് അല്ല, ഇവളെ ഏറ്റവും ഇളയതാ. എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. ഈ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം എന്റെ മൂത്ത മോൻ ഉണ്ണിയാ. ദുബായ്ക്കാരനാ. രണ്ടാമത്തവൻ ബാലു, ഭയങ്കര അധ്വാനിയാ. ഈ പുഴയുടെ അക്കരെ സ്വന്തമായിട്ടൊരു കൃഷിത്തോട്ടം തന്നെ ഉണ്ട്. എന്നാലും പോലീസിലാകണമെന്നാ അവന്റെ ആഗ്രഹം. എസ്ഐ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുക. എന്നിട്ട് കക്ഷി എവിടെങ്കിലും കണ്ടില്ലല്ലോ. ട്രെയിനിങ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിരിക്കുക. തൊപ്പി തലയിൽ കയറിയിട്ടില്ലെങ്കിലും ഇപ്പോഴേ എസ്ഐ എന്നാ പുള്ളിയുടെ